ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സൗണ്ട് ഒന്ന് പോയിരിക്കുകയാണ് കേട്ടോ. നല്ല ചുമയും നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ എന്നാ പറയണേ, ഇന്നിപ്പം സെൻറ്റ് തോമസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ടല്ല ഇന്നലെ ഒക്കെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് 12 മണിയൊക്കെയാണ് കിടക്കണ ടൈം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തയ്യലും ഒക്കെ ആയിട്ട് മക്കളെ പഠിപ്പീര് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകുന്നേരം തയ്ക്കാനിരിക്കണേ. അപ്പോൾ പിന്നെ താമസിക്കും. അപ്പോൾ ഒരെണ്ണം തയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ അത് തയ്ച്ച് തീരണമെങ്കിൽ തന്നെ 2-3 മണിക്കൂർ എടുക്കും. നമ്മൾ നന്നായിട്ട് പതുക്കെ ഇരുന്നൊക്കെ ആട്ടോ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് 12 മണിയാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എണീക്കണതും കുറച്ച് താമസിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ അപ്പാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഇന്നലെ വരെ പുട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ പുട്ടുപൊടിയായിരുന്നു. അപ്പോൾ പുട്ടും ഇന്നലെ കടല റോസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കടല റോസ്റ്റിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനങ്ങ് കറിയാക്കി കേട്ടോ. അപ്പോൾ ബാലൻസ് വരുന്ന റെസിപ്പി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കാം. ഇങ്ങനെയുള്ള കുരുട്ട് ഇതൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുരുട്ടല്ല, എളുപ്പപ്പണിയല്ല കേട്ടോ. നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇന്നലെ കടല റോസ്റ്റ് വെച്ച ബാക്കി വന്നു. അതിന്ന് കടല കറിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്നലെ റോസ്റ്റിനകത്ത് ഇച്ചിരി മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടി മസാല ഇടാം എന്നോർത്തിട്ട് എടുത്താണ്. കറക്റ്റ് നമ്മൾ അടപ്പ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് മസാല ഇട്ടു. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ മസാലയൊന്നും ചേർക്കണില്ല, കുറച്ചേ ചേർക്കുള്ളൂ. കാരണം നമ്മൾ മസാല റോസ്റ്റിനകത്ത് ഇച്ചിരി ഇട്ടിട്ടുള്ളത് കാരണം. അപ്പോൾ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ കടല റോസ്റ്റ് ഉണ്ടല്ലോ അത് എടുത്ത് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് പതിയൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ആദ്യം നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ മസാല ആ കടലിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നേരം ചെറുതായി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കടുക് താളിക്കും കേട്ടോ. അത്രേ ഉള്ളൂ കടലക്കറി എന്ന് പറയാനായിട്ട്. നമ്മളാ ഉണ്ടാക്കണ കടലക്കറിയുടെ വേറൊരു വേർഷൻ അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്താണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാ ശ്രുതി വ്ളോഗ് നിർത്തിയോന്ന്. വ്ളോഗ് നിർത്തിയതൊന്നുമല്ല, വ്ളോഗ് എടുക്കാനുള്ള താമസം ഇച്ചിരി തിരക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കത് ഒരു പരിധിക്കുള്ള നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങളിപ്പോൾ ജീവിക്കണേ. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് ഒരുപാട് വലിയ തിരക്കൊന്നുമല്ല, നമുക്കത് ചെയ്ത് കൊടുക്കാം. നമ്മൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന കുറച്ച് ഒരു തിരക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കടലക്കറിയൊക്കെ അടുപ്പ് വെച്ചത് അതുകൊണ്ടാണ് വീഡിയോ കൂടുതലും വ്ളോഗ് വരാണ്ടിരുന്നത്. പിന്നെ ഇനി എന്തായാലും എന്നും തന്നെ വീഡിയോ ഇടണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വരുമാനം കൂടിയേ തീരൂ. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പം വലിയ വരുമാനം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ അതൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും കിട്ടണ രീതിയിലാക്കണം. ഇപ്പം 5-6 മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോ ഇടേണ്ട ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ വ്യൂവും തീരെയില്ല, പിന്നെ കണ്ടൻറ്റും കുറവാണല്ലോ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മാക്സിമം കണ്ടൻറ്റൊക്കെ ഉൾപ്പെടുത്താം. അത് കുക്കിംഗ് തന്നെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിച്ചേ മതിയാവൂ. നമ്മൾക്ക് വേറെ എന്നാ പറയണേ വഴിയൊന്നുമില്ല. നമുക്ക് ആകെപ്പാടുള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കണ്ടൻറ്റ് കൈ കിട്ടണമല്ല ഞാൻ വീഡിയോ ഇടണം ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം കേട്ടോ. ചിലർ എല്ലാം തുറന്ന് പറയുന്നവരുണ്ടാവും, ചിലർക്കെല്ലാം തുറന്ന് പറയാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ എന്നെപ്പോലുള്ളവർ ആ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവരാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് കൂടുതലൊന്നും വീഡിയോ തുറന്ന് പറയാത്തത്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ളവരെ അറിയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെ മീൻ ഇച്ചിരി ഇന്നലെ വാങ്ങിയായിരുന്നു, ഒഴുകിയായിരുന്നു വാങ്ങിയത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു വറുക്കാനായിട്ട്. അപ്പോൾ
അത് വറക്കാനായിട്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്മുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ ഹസ്ബൻഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പം ഒക്കെ കഴിക്കണേക്കാളൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കണതാണ്. പ്രത്യേകിച്ച് മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഈ രാവിലത്തെ ഫുഡ് കഴിപ്പിക്കുന്നതാണ്. കാരണം രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് പിന്നെ വേസ്റ്റായി പോയല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിച്ചിരി മീൻ വറുത്ത് വെച്ചേക്കാം, ഇനി അഥവാ ചോറുണ്ണാൻ തോന്നുവാണെങ്കിൽ ഉണ്ടോട്ടെ എന്ന് ഓർത്തിട്ട് മീൻ വറുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഇച്ചിരി കുരുമുളകും മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി അത് മാറ്റി വെച്ചു. ഒരു കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ മീൻ വറുക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ കറി എന്ന് പറഞ്ഞാൽ ചീരയാണ്. അപ്പോൾ രാവിലെ എണീറ്റ വഴിയെ ഞാനത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വാർന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുമന്ന ചീരയാണ്. ചീര തന്നെ തോരൻ വെക്കാമെന്ന് ഓർത്തിട്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം മീൻ വറുത്തതും ചീരത്തോരനും മാത്രമേ ഉള്ളൂ കറിയായിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അരിയാനായിട്ട് നോക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പിന്നോട്ടം വാങ്ങിച്ചു വന്നാണ് കേട്ടോ. നമ്മൾ നട്ടത് ഞാനൊന്ന് ഇടയ്ക്ക് പറിച്ചിച്ചിരി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി നിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലം കൂടെ ആയപ്പോൾ ഏതാണ്ട് ഈ ഇലയിൽ പുഴുക്കൾ പോലെയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും. അപ്പോൾ ചീരത്തോരൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചീര എന്ന് പറയുന്നത്. തോരൻ വെച്ച് കഴിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പരിപ്പും ചീരയും ഒരുപാട് കറികളുണ്ടല്ലോ ചീരയായിട്ട് വെച്ച്. അപ്പോൾ അതവിടെ അരിഞ്ഞ് വെച്ചു. ഹസ്ബൻഡ് കവലയ്ക്ക് പോയതായിരുന്നു, വന്ന് ചായ കുടിച്ച് അപ്പം കഴിച്ചു കേട്ടോ. അമ്മയും ചോറ് കഴിച്ചില്ല. അപ്പോൾ അപ്പം കൂട്ടി അപ്പം കള്ളക്കറിയും കൂട്ടി ചോറ് കഴിച്ചു. അച്ചുക്കൂറിന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഞാനൊക്കെ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നോട്ടം പറഞ്ഞു ഉറക്കം തെളിഞ്ഞ് എണീറ്റ് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനോട്ടം താമസിച്ച് എണീറ്റ് വന്നേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി ഇച്ചിരി ചായ ഒക്കെ കുടിച്ചു. പിന്നെ ധ്യാനോട്ട് എണീറ്റ് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അംഗം വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മെഷീനാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ നോക്കിയിരുന്ന ഒരു മെഷീനാണ് കേട്ടോ. 6-7 മാസമായി പൈസ അടച്ചിട്ടിട്ട്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയ കാരണം എന്തോ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കണ കാരണം ഈ സംഭവം കിട്ടാൻ താമസിച്ചാണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെഷീൻ വന്നപ്പം അത്യാവശ്യം ഒന്ന് ഹാപ്പി ആയതാണ്. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു പണി കിട്ടി. കാരണം മെഷീന് നമുക്ക് പഴയ മോട്ടർ ഉണ്ടായിരുന്നല്ലോ, ആ മോട്ടർ ഉള്ള കാരണം ഞാൻ പുതിയ മോട്ടർ ഓർഡർ ചെയ്തില്ലായിരുന്നു കേട്ടോ. പുതിയ മോട്ടറും കിട്ടുമായിരുന്നു, പകുതി വില കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതുള്ള കാരണം ഞാനങ്ങ് ചെയ്തില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞ് ഇതിന് വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് ആ പഴയ സ്പീഡേ ഇപ്പോഴും കിട്ടണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത്തിരി സ്പീഡ് അധികം കിട്ടേണ്ടതാണ്, പക്ഷേ പഴയ മെഷീൻ്റെ അതേ സ്പീഡേ കിട്ടണുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് ഒരു കണക്കിന് ഉപകാരമായി, സ്പീഡ് ഇച്ചിരി കുറഞ്ഞാലും. ഇനിയിപ്പോൾ നമുക്ക് സാഹചര്യം വെക്കുമ്പോൾ ഒരു മോട്ടർ വാങ്ങിച്ച് വെക്കാം, എന്നത് കാലത്ത് ഉണ്ടാവുമെന്നറിയില്ല എന്നായാലും. അപ്പോൾ രാവിലെ എന്താ പറയണേ, വന്നു കഴിഞ്ഞപ്പം മൊത്തം ബെഡേക്കട മുഴുവൻ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പഠിത്തം കഴിഞ്ഞ് രാത്രിയിൽ നിരത്തി ഇട്ടിട്ടാണ് കിടക്കണേ. എടുത്ത് വെക്കാൻ പറഞ്ഞ് എടുത്ത് വെക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞ് മക്കളുടെ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെപ്പിച്ച് ധ്യാനൂട്ടിനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അച്ചുക്കുട്ടൻ ഈ സമയത്ത് എന്താണെന്ന് പരിപാടി എന്നറിയോ, അച്ചുക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി എന്നാ പറയണേ, ഇന്നലെ ഒരു ഈ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് പാൻറ് ഇങ്ങനെ നരച്ച് മുഴുവൻ പോയി കേട്ടോ. ഒരു ബ്ലാക്ക് ആയിരുന്നേ. അത് ഞാൻ നേറ്റിക്ക് ഇട്ടോട്ടെ അമ്മയെന്ന് ചോദിച്ചു. ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടായിയുടെ പണ്ടത്തെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ആ ഷർട്ട് എടുത്തിട്ട് രണ്ടും കൂടെയാണ് ഇന്ന് ആൾക്ക് ഇടാനായിട്ട് ഭയങ്കര ആ മുറിക്കകത്ത് നിന്ന് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുക്കോട്ടിനോട് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അച്ചു ഒന്നും കേൾക്കണം കൂടിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് എന്തെല്ലാം ഒപ്പിച്ചിട്ടാണ് വന്നേക്കണേന്നുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഇതാണ് നമ്മുടെ അച്ചുക്കുട്ടിൻ്റെ കോലം. എൻ്റെ പഴയ ഒരു വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് ഇങ്ങനെ ഓടണില്ലേ, അതിൻ്റെ ബാറ്ററിയൊക്കെ തീർന്നതാണ്. അതൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട്. ഷർട്ടും ഇട്ട് പാൻറ്റും ഇട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ചെരുപ്പാണത്. അതൊക്കെ എടുത്തിട്ട് ആൾ സ്റ്റൈൽ നോക്കണ ഭാഗമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, പോക്കറ്റൊക്കെ കണ്ടോ എന്നുള്ള രീതിയിൽ രസമാണ് അച്ചുവിൻ്റെ കാര്യം. കുസൃതി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ടോ ഇങ്ങനെ നമ്മുടെ ഈ ഓയിലി സ്കിന്നുകാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൂക്കിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടേക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ജെലാറ്റിനാണ്. ജെലാറ്റിൻ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നും എടുക്കരുത് കേട്ടോ. പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് സംഭവം. നമുക്ക് ഒരു മാസത്തിൽ ഒരു 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂക്കയിലുള്ള സംഭവങ്ങളെല്ലാം പോകും കേട്ടോ. എൻ്റെ പ്രത്യേകിച്ച് ഈ മൂക്കയിലാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവുക. കൂടുതലും നമ്മുടെ ഈ സ്കിന്നിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വെള്ളം കൂടിയുടെ കുറവ് കൊണ്ടാണ്. വെള്ളം കുടിച്ചാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും.
പക്ഷെ നമ്മൾ ഒന്നാമത് മഴക്കാലത്ത് ഒട്ടും കുടിക്കില്ല വെള്ളം. അപ്പോൾ എൻ്റെ മൂക്ക് ഇങ്ങനെ കരിമ്പൻ അടിച്ചോണൊക്കെ ആവും കേട്ടോ, കറുത്ത് കറുത്ത് ഇങ്ങനെ കുത്തായിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റിക്കളയാം എന്ന് ഓർത്തിട്ട് ഇച്ചിരി പാലും ചൈന ഗ്രാസും കൂടെ ഇങ്ങനെ അടുപ്പേ വെച്ച് നമ്മളിത് പതിയെ ഇങ്ങനെ മെൽറ്റായി വരണം കേട്ടോ. മെൽറ്റായിട്ട് നന്നായിട്ട് നല്ല തിക്കായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിത് ആ ഒരു ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി പെയിൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ പീൽ ഓഫ് ചെയ്യലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ റെഡിമെയ്ഡ് പീൽ ഓഫൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണേക്കാളും എഫക്റ്റീവ് ഇതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒന്ന് കുറുകി വരണം, അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാകമായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ ഇളം ചൂടോടുകൂടി വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. നമ്മുടെ ഫേസ് ചൂട് പൊറുക്കണ രീതിയിൽ പറ്റുമെങ്കിൽ ഒന്ന് ആവി പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്തു കേട്ടോ. മുഖത്ത് മൂക്കിൻ്റെ ആ ഭാഗം ഫുള്ള് അപ്ലൈ ചെയ്തു. വന്നിച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. നമുക്ക് മുറ്റത്ത് തുണി അലക്കാനുണ്ടായിരുന്നു, തുണി അലക്കി വിരിക്കാനുണ്ടായിരുന്നു, അത് അലക്കി വിരിച്ചു. അതെല്ലാം അങ്ങനെ നമ്മളത് മൂക്ക വെച്ചിട്ട് നമ്മളവിടെ ഇരിക്കണമെന്നൊന്നുമില്ല, കുറച്ച് നേരം എടുക്കും ഉണങ്ങി വരാനായിട്ട്. അപ്പം അങ്ങനെയുള്ള അലക്കുലത്തെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് പീൽ ഓഫ് ചെയ്യുവാണ്. പീൽ ഓഫ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് അതേ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഈ സംഭവം ഇങ്ങനെ പറഞ്ഞിങ്ങ് പോരും. പിന്നെ ചെറിയൊരു പെയിൻ ഉണ്ടാവും, പെയിനൊന്നും സഹിക്കാൻ പറ്റില്ലാത്ത ഈ പണിക്ക് നിൽക്കരുത്. പിന്നെ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് പൊളിച്ചെടുക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയാമെന്ന് ഓർക്കണ്ട. ഇത് പശ പോലെ ഇരിക്കുന്നൊരു സംഭവമല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ ഫേസ് ഇങ്ങനെ നമ്മുടെ ആ സംഭവമൊക്കെ ഇങ്ങനെ ക്ലീൻ ആയി കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ സുഷിരങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനകത്തേക്ക് അഴുക്ക് കയറിയിട്ട് അതിനകത്ത് അഴുക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും ഈ സംഭവം കൂടുതലായിട്ടുണ്ടാവും, മോക്കുരം ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് ആദ്യം കഴുകുക. അതിന് ശേഷം നമ്മൾ ആ സ്കിൻ ടൈറ്റൺ ചെയ്യാനായിട്ടുള്ളൊരു ഫേസ് പാക്കിങ് കൂടി ഇട്ട് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു ഐസ് ക്യൂബ് വെച്ച് ഐസ് വെള്ളത്തിലൊക്കെ മുഖം കഴുകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയിൽ ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുമയും വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ചെയ്യണ മെത്തേഡെന്ന് പറഞ്ഞാൽ ഇതാണ്. ധ്യാനോട്ട് ഇവിടെ ഇരുന്ന് മൂക്ക് വലിക്കുന്നുണ്ട് കേട്ടോ. ഞാനേ മിണ്ടാണ്ടിരുന്നേ, അമ്മ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വരും. ജലദോഷം ധ്യാനോട്ടിന്. അപ്പോൾ ഞാൻ ഇടുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടലമാവും ഇച്ചിരി മുൾട്ടാണിമിട്ടിയും ഒരു 2-3 തുള്ളിയും നാരങ്ങ നീരും പിന്നെ ഇച്ചിരി പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ടിടും. അപ്പോൾ ഇത് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം, അതായത് ഈ നമ്മൾ ആദ്യം ചെയ്ത പീൽ ഓഫ് മാസ്ക് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ഇങ്ങനെ ഓയിലി ആയിട്ട് വരും. അതിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ആയിരിക്കാം, അത് തന്നെ ഉപയോഗിച്ചിട്ട് അനങ്ങാണ്ടിരുന്ന നോക്കൂര് വരും. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിലെ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാല്, മുൾട്ടാണിമിട്ടി എല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ അലർജി ഉണ്ടെങ്കിൽ പാല് ചേർക്കാണ്ട് അതിന് പകരം റോസ് വാട്ടറോ എന്തെങ്കിലുമൊക്കെ ചേർക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഫേസിലിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നൊക്കെ വെട്ടുകയും പിടിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്